പിന്നെ രാവിലെ 7 മണിയായപ്പോൾ നമ്മളെ ഒരുക്കി കൊണ്ടുപോകുമ്പോൾ ഒക്കെ ടെൻഷൻ ഉണ്ട്. പിന്നെ ഞാൻ അത്ര ശക്തമായിട്ട് പഠിച്ചവനോട് പ്രാർത്ഥിച്ചു. പഠിച്ചോ വിധിച്ചല്ലാതെ നമുക്കൊന്നും വരൂല എന്ന് ഉറപ്പായാൽ പിന്നെ പേടിക്കാനില്ലല്ലോ. അങ്ങനെ ഞാൻ ധൈര്യമായിട്ട് തന്നെ ഉള്ളിലേക്ക് കയറി. ഫസ്റ്റ് തന്നെ സർജറി ചെയ്യുന്നതിൻ്റെതാ, മേജർ സർജറി. എത്രയോ ഡോക്ടേഴ്സ്, ഈ പറഞ്ഞ സന്തോഷ് കുര്യാക്കോസ് സാറ്, പിന്നെ ഗൈനക്കോളജിയിൽ ഒരു സജല ഡോക്ടർ, പിന്നെ ഗ്യാസ്ട്രോളജി വയറാണല്ലോ തുറക്കുന്നത്, പിന്നെ യൂറോളജി, അങ്ങനെ അവിടുത്തെ മെയിൻ ഡോക്ടേഴ്സും ഒരുപാട് ആളുകളും നിന്നിട്ട്, പിന്നെ അനസ്തേഷ്യ വന്നതിൽ എനിക്കൊന്നും ഓർമ്മയില്ല. ഫുള്ളായിട്ട് ബോധം പോയി. പിന്നെ എനിക്ക് ബോധം വരുമ്പോൾ ഒരു 4 മണി 5 മണിയൊക്കെ ആയിട്ടുണ്ട്. രാവിലെ പോയിട്ട് വൈകുന്നേരം 5 മണിയൊക്കെ ആയിട്ടുണ്ട്. ഈ സാധനം പുറത്തെടുത്തോ? പുറത്തെടുത്തു. എന്നിട്ട് ഈ എടുത്ത ഭാഗത്ത് ഒരു ഹോൾ ഇട്ടിട്ട് ഒരു ഡ്രെയിനേജ് ട്യൂബൊക്കെ ഇട്ടു, അതിൻ്റെ ഉള്ളിലുള്ള അഴുക്കൊക്കെ പോവാന്. പിന്നെ ഈ നട്ടലിന് ഒരു ഇഞ്ചക്ഷൻ വെക്കുന്നുണ്ട്. അത്രയും കഠിനമായ വേദന. പിന്നെ ഇത് 19 സ്റ്റിച്ചാ. വയറിങ്ങനെ നമ്മളെ പൊക്കിളൊന്നും കാണാൻ പറ്റാത്ത ആ ഒരു അത്രയും വലിയൊരു മേജർ ഓപ്പറേഷൻ. ഞാൻ അത് കഴിഞ്ഞ് തന്നെ ICUവിൽ കൊണ്ടുപോയി അവിടെ എത്തിയ ബോധം വന്ന്. അപ്പോൾ ഹസ്ബൻഡിനെ വിളിച്ചിട്ട് ഒരു ഡപ്പിയിൽ ഈ ഒരു സാധനം ഈ വയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത കുറേ ഇതിൻ്റെ മുകളിൽ അടിഞ്ഞുകൂടി എന്തൊക്കെയോ കൊഴുപ്പും അതൊക്കെ ഉണ്ട്. അതൊക്കെ ഒരു ഇതിലാക്കി ഇത് പാത്തോളജി കൊണ്ടുപോകാൻ. ഇതാണ് വയറിന് ഒരു മുഴ പോലെ ഒരു സാധനമായിരുന്നു. ഇതെടുത്ത് വയറിൻ്റെ ഉള്ളിൽ നിന്ന് എടുത്ത് ഇത് പാത്തോളജിയിലേക്ക് കൊണ്ടുപോകണം. അപ്പൊ നിങ്ങൾക്ക് എന്താ തോന്നിയത്? അല്ല, അവരാദ്യം പറഞ്ഞത് ഇതിന്റെ ഒരു കൊഴുപ്പും മാംസങ്ങളും ഇതായിരുന്നു സംഭവം, അങ്ങനായിരുന്നു ഡോക്ടർ പറഞ്ഞത്. അപ്പൊ ഞാൻ ചോദിച്ചു ഇതില് വന്ന മെറ്റൽ എവിടെ പോയി എന്ന് ചോദിച്ചു. അപ്പൊ മെറ്റലിന്റെ മുകളിൽ വന്ന് അടിഞ്ഞുകൂടിയ ഒരു സംഭവമാണ് ഇത്, പാത്തോളജി പിന്നെ ടെസ്റ്റിന് കൊണ്ടുപോകണം എന്ന് പറഞ്ഞു. അപ്പൊ അവര് ഈ കത്തി ഇത് കാണിച്ചു തന്നില്ലായിരുന്നു. അപ്പൊ എനിക്ക് കാണാൻ പറ്റില്ല. അപ്പൊ ഈ മെറ്റൽ ഇതിനകത്തുണ്ടെന്ന് നിങ്ങളോട് പറഞ്ഞില്ലേ ഡോക്ടേഴ്സ്? ഡോക്ടർ അന്ന് ഇക്ര ഹോസ്പിറ്റലിൽ പറഞ്ഞില്ലേ? ഇല്ല, അവരാദ്യം പറഞ്ഞില്ലേ. ഞാൻ ചോദിച്ചപ്പോഴാണ് പറഞ്ഞത് മെറ്റലിന്റെ മുകളിൽ അടിഞ്ഞുകൂടിയ ഒരു സംഭവമാണ് ഇത് എന്ന് പറഞ്ഞ്. അപ്പൊ ഞാൻ ചോദിച്ചു അത് ഇപ്പൊ എനിക്ക് കാണാൻ പറ്റുമെന്ന് ചോദിച്ചു. അപ്പൊ അത് പറഞ്ഞു തരാം, കുറച്ച് 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വിളിച്ചിട്ട് പിന്നെ കാണിച്ചു തരുന്നത്. അപ്പോഴാണ് ഇത്രയും ലെങ്ത് ഉള്ള ഒരു 12 സെന്റിമീറ്റർ 12.6 സർജറിക്ക് ഉപയോഗിക്കുന്ന മോസ്കിറ്റോ ആർട്ടറി ഫോർസെപ്സ്. ഈ വെയിനൊക്കെ ബ്ലീഡിങ് ഉണ്ടാവുമ്പോ നിർത്തി വെക്കാനുള്ള. അപ്പൊ ഈ കത്രിയുടെ പടം എടുത്തായിരുന്നു നിങ്ങള്? ആദ്യം സമ്മതിച്ചില്ലായിരുന്നു. ആദ്യം അവര് പറഞ്ഞ്, ഞാൻ ചോദിച്ചു എനിക്കൊരു ഇതിന്റെ ഫോട്ടോ എടുക്കാനുള്ള പെർമിഷൻ തരുമെന്ന് ചോദിച്ചാൽ പറഞ്ഞു അത് പറ്റില്ല, മെയിൻ ഡോക്ടറോട് ചോദിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ ശനിയാഴ്ച ആയിരുന്നു അത്. പിന്നെ തിങ്കളാഴ്ച വരാൻ പറഞ്ഞു. തിങ്കളാഴ്ച വന്നപ്പോ അവര് പറഞ്ഞു പടം എടുക്കാനൊന്നും പറ്റില്ല, അത് സൂപ്രണ്ടിന്റെ ഓഫീസിലേക്ക് അയച്ചു പോയി, ഇനി ഒന്ന് സീൽ ചെയ്ത് അയച്ചു പോയി, ഇനി ഒന്ന് ചെയ്യാൻ. അതെന്താ അവര് സമ്മതിക്കാഞ്ഞത്? മറ്റേ ഡോക്ടേഴ്സിനെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടിയാണോ? അങ്ങനെ എനിക്ക് തോന്നിയത്. അതിലെനിക്ക് ഒരു ഇത് മനസ്സിലായത് അവര് സംരക്ഷിക്കാനുള്ള ഒരു ഇതാണെന്ന്. പിന്നെ പടം എടുക്കാൻ സമ്മതിച്ചോ? പടം എടുക്കാൻ പിന്നെ നമ്മള് കുറച്ചൊന്ന് റഫായതിന്റെ ശേഷം, നമ്മളൊന്ന് ടഫായി പറഞ്ഞതിന്റെ ശേഷമാണ് എടുക്കാൻ അനുവാദം തരാന്ന് പറഞ്ഞ 1/2 മണിക്കൂർ കഴിഞ്ഞിട്ട് വരാൻ പറഞ്ഞു. അപ്പൊ ഞാൻ വേറെ ഒരാളെ എന്റെ ഫ്രണ്ടിനെയും വിളിച്ചു വരുത്തി. അപ്പൊ എനിക്കൊരു ഡൗട്ട്, ഇവരെന്തോ ഇത് ട്വിസ്റ്റ് ചെയ്ത് മാറ്റാൻ അവരെ സംരക്ഷിക്കാൻ നോക്കും. അപ്പൊ ഞാൻ വീഡിയോ ഓൺ ആക്കിയിട്ട് എന്റെ പോക്കറ്റിലിട്ടു. ആ പോക്കറ്റിലിട്ടപ്പോ അതെല്ലാം അവര് പറയുന്നതെല്ലാം അപ്പം തന്നെ റെക്കോർഡായി. അവരറിയാതെ താങ്കൾ ചെയ്തത്? അവരറിയാണ്ടാ ചെയ്തത്. പിന്നീട് ആ കത്രിയെ കാണാൻ പറ്റിയോ? 12 സെന്റിമീറ്റർ നീളമുള്ള സാധനം. അവര് പിന്നെ ഫോട്ടോ എടുക്കാൻ സമ്മതിച്ചു. ഞാൻ എടുത്തു നോക്കാൻ പറ്റിയോ? ഇല്ല. ഭാര്യയുടെ വയറിനുള്ളിൽ 5 കൊല്ലമായിട്ട് അവര് സീലടിച്ച ഡബ്ബയിലായിരുന്നു അത്. അങ്ങനത്തെ അതിന്റെ മുകളിൽ പടം വീഡിയോ എടുത്തു, ഫോട്ടോസ് എടുത്തു. അർച്ചന എപ്പോഴാണ് അറിയുന്നത് ഈ 12 സെന്റിമീറ്റർ ദൈർഘ്യമുള്ള നീളമുള്ള ഒരു കത്രികയായിരുന്നു നമ്മുടെ ഉള്ളിൽ കിടന്ന് ഈ പ്രശ്നം ഉണ്ടായിക്കൊണ്ടിരുന്നത്? എനിക്ക് ഏകദേശം ഒരു ബോധം വന്നപ്പോ ഒരു 4 മണിക്ക് വന്നെങ്കിൽ ഒരു 10 മണിയായപ്പോ ഞാനൊന്ന് ഉണർന്ന്. എന്നാലും ഒരു മയക്കത്തിലാണ് ഞാൻ ഇത് കേൾക്കുന്നത്. ഹസ്ബൻഡ് ഫോൺ ചെയ്തു, എന്താണ് അവസ്ഥ എന്നൊക്കെ ചോദിച്ചിട്ട്. അപ്പൊ ഞാനിങ്ങനെ ചോദിക്കുക മെറ്റൽ എന്താന്ന്. അപ്പൊ പറഞ്ഞു കത്രികയായിരുന്നു. അപ്പൊ ഞാൻ കത്രികയെ ഞാൻ തന്നെ അത്ഭുതപ്പെട്ടു. ഒരു കത്രികയൊക്കെ ആയിട്ട് 5 വർഷം ഞാൻ ജീവിക്കാന്ന് പറഞ്ഞാല്. ഈ കത്രിക അവിടെ യഥാർത്ഥത്തിൽ മറന്നു വെച്ച തന്നെയാണോ ആൾക്കാർ പിന്നീട് പറഞ്ഞതുപോലെ? തീർച്ചയായും, ഉറപ്പായിട്ടും. കാരണം കത്രിക നമുക്ക് വിഴുങ്ങാൻ പറ്റൂല, എന്റെ വയറിൽ മുളക്കുകയില്ല. പക്ഷെ അതിന്റെ ഈ അന്വേഷണ ഉദ്യോഗസ്ഥന്മാർക്ക് അതിനെ കുറിച്ച് എന്തെങ്കിലും ധാരണയുണ്ടായിരുന്നു? ഇതെങ്ങനെയാണ് ഈ കത്രിക ഉള്ളിൽപ്പെട്ടതെന്ന്? അത് അവര് പറയുന്ന ഈ ബ്ലീഡിംഗ് ഒക്കെ ഉണ്ടാവുമല്ലോ. അപ്പൊ ഇത് അവരെ ഈ ഒരു വെയിൻ ഇങ്ങനെ ബ്ലീഡിങ് നിർത്താൻ വേണ്ടി വെക്കുന്ന. അപ്പൊ അതിന്റെ മുകളിൽ മറിഞ്ഞു പോയിട്ടോ എന്തോ ആയിരിക്കും. പക്ഷെ ഇത് ഇവരെ അറിയണം. കാരണം ഈ ഒരു സർജറിക്ക് എടുക്കുന്ന ഏതൊരു ഉപകരണങ്ങളും തുടങ്ങുമ്പോൾ എണ്ണി വെക്കും. എന്നിട്ട് സർജറി മുഴുവൻ ഇത് തുന്നിക്കൂട്ടുന്നതിന് മുമ്പായിട്ട് ഇത് മുഴുവൻ ഉണ്ടോന്ന് നോക്കൽ ഇവര് നിർബന്ധമാണ്. കാരണം രോഗിന്റെ വയറ്റിലായി കഴിഞ്ഞാൽ പിന്നെ അറിയില്ലല്ലോ. അപ്പൊ അങ്ങനെ ഒരു പ്രൊസീജിയർ അവിടെ നടന്നിട്ടില്ല എന്നുള്ളതിന് ഏറ്റവും വലിയ തെളിവാണത്. നോക്കിയിട്ടില്ല. ഇല്ല, അവര് പറയുന്നത് നോക്കിയെല്ലാം കറക്റ്റ് ആണ് നിൽക്കുക. ചെയ്യാനിപ്പോ ബുദ്ധിമുട്ടൊന്നുമില്ലല്ലോ.